SFIO അന്വേഷണത്തിനെതിരെ എക്സാലോജി കർണാടക ഹൈക്കോടതിയിൽ ഹർജി നൽകി. ഇന്ന് രാവിലെയാണ് ഹർജി നൽകിയത്. കേന്ദ്ര സർക്കാരും SFIO ഡയറക്ടറുമാണ് എതിർകക്ഷികൾ. അന്വേഷണത്തിന്റെ ഭാഗമായി SFIO CMRL-ലും KSIDC-ലും പരിശോധന നടത്തിയിരുന്നു. ടോം കുര്യാക്കോസ് വിവരങ്ങളുമായി ചേരും. നമുക്കറിയാം, കഴിഞ്ഞ ദിവസം ഈ KSIDC-ലും ഒപ്പം തന്നെ CMRL-ലും ഒക്കെ തന്നെ വലിയ പരിശോധന നടക്കുകയും ചെയ്തിരുന്നു. അതിനുശേഷം ഇതിന്റെ റിപ്പോർട്ട് കൈമാറുമെന്നാണ് മനസ്സിലാക്കാൻ സാധിക്കുന്നത്. എന്താണ് ഇതിന്റെ കൂടുതൽ വിശദാംശങ്ങൾ? മുഖ്യമന്ത്രിയുടെ മകൾ വീണ വിജയനെതിരായ മാസപ്പടി കേസുമായി ബന്ധപ്പെട്ട് CMRL-ന്റെയും അതോടൊപ്പം KSIDC-യുടെയും ഓഫീസുകളില് SFIO പരിശോധന നടത്തുമ്പോഴാണ് ഇപ്പോൾ അന്വേഷണത്തിനെതിരെ എക്സാലോജിക്ക് കർണാടക ഹൈക്കോടതിയില് ഹർജി നൽകിയിരിക്കുന്നത്. കേന്ദ്ര സർക്കാരും SFIO ഡയറക്ടറുമാണ് ഈ ഹർജിയിലെ എതിർകക്ഷികൾ. മനു പ്രഭാകർ കുൽക്കർണി എന്ന അഭിഭാഷകൻ വഴിയാണ് എക്സാലോജിക്ക് ഇപ്പോൾ ഹർജി നൽകിയിരിക്കുന്നത്. അന്വേഷണത്തിന്റെ ഭാഗമായി വിവിധയിടങ്ങളിൽ പരിശോധന നടത്തി വിവരങ്ങൾ തേടുകയാണ് SFIO. അതായത് നേരത്തെ തന്നെ കഴിഞ്ഞ ദിവസം കൊച്ചിയിലെ CMRL-ന്റെ ആലുവയിലെ ആസ്ഥാനത്തും KSIDC-യുടെ തിരുവനന്തപുരത്തെ ഓഫീസിലുമായിരുന്നു റെയ്ഡ്. ഈ റെയ്ഡിൽ നിന്നും ചില നിർണായകമായിട്ട് വിവരങ്ങളടക്കം ശേഖരിച്ചുകൊണ്ട് SFIO തുടർ നീക്കങ്ങൾ, അന്വേഷണത്തിന്റെ ഭാഗമായി തുടർ നീക്കങ്ങൾ നടത്തുമ്പോഴാണ് എക്സാലോജിക്ക്, മുഖ്യമന്ത്രിയുടെ മകൾ വീണ വിജയന്റെ കമ്പനിയായ എക്സാലോജിക്ക് ഇതിനെതിരെ, ഈ അന്വേഷണത്തിനെതിരെ ഇപ്പോൾ ഹർജി സമർപ്പിച്ചിരിക്കുന്നത്. ഈ കഴിഞ്ഞ ദിവസമാണ്, അതായത് ഇന്നലെയാണ് ഈ KSIDC-യുടെ കോർപ്പറേറ്റ് ഓഫീസിലെ SFIO സംഘം പരിശോധന നടത്തിയത്. CMRL കഴിഞ്ഞ 2 ദിവസങ്ങളിൽ, ആലുവയിൽ ഓഫീസ് കഴിഞ്ഞ 2 ദിവസങ്ങളിൽ പരിശോധന നടത്തിയിരുന്നു. അതിനുശേഷം അതിന് തുടർച്ചയായിട്ടായിരുന്നു KSIDC-യുടെയും റെയ്ഡ്. എക്സാലോജിക്കിൽ നിന്ന് വിവരങ്ങൾ തേടാനുള്ള നടപടിയും ഉടൻ ഉണ്ടാകുമെന്ന സൂചന ലഭിച്ചതിന് പിന്നാലെയാണ് എക്സാലോജിക്ക് ഈ അന്വേഷണത്തിനെതിരെ ഇപ്പോൾ കർണാടക ഹൈക്കോടതിയെ സമീപിച്ചിരിക്കുന്നത്. നേരിട്ട് ഹാജരാകാൻ രേഖകൾ സമർപ്പിക്കാനോ നിർദ്ദേശിച്ച് വീണ വിജയന് ഉടൻ തന്നെ നോട്ടീസ് നൽകാനും SFIO നീക്കം നടത്തുന്നുണ്ട്. SFIO അന്വേഷണം സ്റ്റേ ചെയ്യണമെന്ന് ആവശ്യപ്പെട്ടുകൊണ്ട് KSIDC-യും നേരത്തെ കേരള ഹൈക്കോടതിയിൽ ഹർജി നൽകിയിരുന്നു. ഇതിൽ കേന്ദ്ര കോർപ്പറേറ്റ് കാര്യ മന്ത്രാലയം ഉടൻ മറുപടി നൽകാനിരിക്കുകയാണ്. മുഖ്യമന്ത്രി മകൾ വീണ വിജയനെതിരായ മാസപ്പടി കേസിലാണ് കേന്ദ്ര സർക്കാർ SFIO അന്വേഷണം പ്രഖ്യാപിച്ചത്. അതായത് ജനുവരി 31-ാം തീയതിയാണ് അന്വേഷണം പ്രഖ്യാപിക്കുന്നത്. പിന്നെ തുടർ അതിവേഗത്തിലായിരുന്നു SFIO-യുടെ നീക്കങ്ങൾ. കഴിഞ്ഞ ദിവസം ഈ CMRL-ലും അതോടൊപ്പം KSIDC-യും റെയ്ഡ് നടത്തി അതിന് തുടർച്ചയായി എക്സാലോജിക്കിലേക്കും അന്വേഷണം നടത്തുന്നതിന്റെ ഭാഗമായിട്ടുള്ള നീക്കങ്ങൾ നടത്തുമ്പോഴാണ് ഇപ്പോൾ ഈ അന്വേഷണത്തിനെതിരെ എക്സാലോജിക്ക് കർണാടക ഹൈക്കോടതിയെ സമീപിച്ചിരിക്കുന്നത്. അതോടൊപ്പം തന്നെ ടോം, നമുക്കറിയാം, ഞാൻ നേരത്തെ സൂചിപ്പിച്ചതുപോലെ തന്നെ ഈ CMRL-ലും KSIDC-ലും ഒക്കെ കഴിഞ്ഞ ദിവസം വലിയ വ്യാപക പരിശോധന നടത്തിയിരുന്നു. അതിനുശേഷം ഈ റിപ്പോർട്ട് കൈമാറുമെന്നായിരുന്നു അറിയിച്ചിരുന്നത്. അതിനുശേഷം തുടർ നടപടികൾ ഉണ്ടാകുമെന്നും അധികൃതർ വ്യക്തമാക്കിയതാണ്. അത്തരത്തിൽ റിപ്പോർട്ട് കൈമാറിയതുമായി ബന്ധപ്പെട്ട എന്തെങ്കിലും വിവരങ്ങളുണ്ടോ? ഒപ്പം തന്നെ ഈ ഒരു നീക്കത്തിലേക്ക്, കർണാടക ഹൈക്കോടതിയെ സമീപിച്ച് ഇത്തരത്തിലൊരു നീക്കത്തിലേക്ക് കടക്കാനുള്ള ഒരു തീരുമാനം സ്വാഭാവികമായും അറിയാം, ഏതെങ്കിലും തരത്തിലുള്ള ക്രമക്കേടുകളുണ്ട് അല്ലെങ്കിൽ അതുമായി ബന്ധപ്പെട്ട എന്തെങ്കിലും സൂചന ഈ അന്വേഷണ സംഘത്തിൽ ലഭ്യമായിട്ടുണ്ടോ? മിഥുൻ, നമുക്കറിയാം, ഇത് CPM ഈ SFIO-യുടെ ഇപ്പോഴത്തെ നീക്കത്തിനെതിരെ, അന്വേഷണത്തിനെതിരെ വലിയ പ്രതിരോധം തീർക്കുന്നുണ്ട്. അതായത് മുഖ്യമന്ത്രിയുടെ മകൾക്കെതിരായ SFIO അന്വേഷണം മുഖ്യമന്ത്രിയെ ഉന്നമിട്ടതാണ്, അതിന് പിന്നിൽ രാഷ്ട്രീയമുണ്ട് തുടങ്ങിയ രീതിയിലുള്ള പ്രതികരണമാണ് CPM-ന്റെ ഭാഗത്തുനിന്ന് ഉണ്ടാകുന്നത്. പക്ഷേ ഇതിനെ ഒരു രാഷ്ട്രീയ വേട്ടയാടലായിട്ടല്ല കേന്ദ്ര ഏജൻസികൾ കാണുന്നത്. കാരണം കൃത്യമായ മുഖ്യമന്ത്രിയുടെ മകൾ വീണ വിജയൻ 1,72,00,000 രൂപ മാസപ്പടിയായും 2016 മുതലുള്ള കാലയളവിൽ വാങ്ങി എന്നതിന്റെ കൃത്യമായ തെളിവുകളടക്കം ലഭിച്ചതിന്റെ പശ്ചാത്തലത്തിലാണ് കേന്ദ്ര കോർപ്പറേറ്റ് മന്ത്രാലയത്തിന് കീഴിലുള്ള SFIO അന്വേഷണവുമായി, അതായത് എക്സാലോജിക്കെതിരെ അന്വേഷണവുമായി രംഗത്തിറങ്ങിയത്. ഈ ജനുവരി 31-ാം തീയതി അന്വേഷണം പ്രഖ്യാപിക്കുന്നു. പിന്നീട് കഴിഞ്ഞ ഈ ആഴ്ച, അതായത് തിങ്കളാഴ്ച മുതലുള്ള ദിവസങ്ങളിൽ CMRL-ലും KSIDC-ലും ആസ്ഥാനങ്ങളിൽ റെയ്ഡ് നടത്തുന്നു. എക്സാലോജിക്കെതിരെ വിവരങ്ങൾ ശേഖരിക്കുന്നു. എക്സാലോജിക്കെതിരെ മാത്രമായിട്ടുള്ളതല്ല.